ഒന്നിറങ്ങിപ്പോയിക്കൂടെ എന്ന് സാധാരണ കോൺഗ്രസുകാർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ? ശശി തരൂർ കോൺഗ്രസിന്റെ പേരിൽ MP, പക്ഷെ പാട്ടുപാടുന്നത് മോദിക്കും BJPക്കും വേണ്ടി. ഇത് വെറും അഭിപ്രായ വ്യത്യാസമല്ല, പാർട്ടിയുടെ ആത്മാവിന് നേരെയുള്ള വെട്ടാണ്. കോൺഗ്രസ് നിലപാടുകൾ അവഗണിച്ച് BJPയുടെ പാട്ടിൽ താളം പിടിക്കുന്ന തരൂരിനെ പാർട്ടി നൽകിയ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും പുറത്താക്കണം. അദ്ദേഹത്തെ MP സ്ഥാനത്തിൽ തളച്ചിടണം. ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും കോൺഗ്രസിന്റെ ഓരോ പ്രവർത്തകന്റെയും കോൺഗ്രസുകാരുടെയും കോൺഗ്രസ് അനുഭാവികളുടെയും മനസ്സിൽ നിന്നും പുറത്തായി കഴിഞ്ഞിരിക്കുന്നു. ആധുനിക ഇന്ത്യയുടെ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ ശാശ്വതമായിട്ടുള്ള അചഞ്ചലമായ പങ്ക് വഹിച്ച മാന്യനും വിനയാന്വിതനുമായ നേതാവാണ് LK അദ്വാനി എന്ന് 98ാം പിറന്നാൾ ആശംസ നൽകിയ ശശി തരൂർ താങ്കൾക്ക് പറ്റിയ ഇടമല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇക്കാലം അത്രയും ഉണ്ടുറങ്ങി കിടന്ന ഇടത്തേക്ക് ഇങ്ങനെ നിരന്തരം മാലിന്യം വലിച്ചെറിഞ്ഞ് ദുർഗന്ധം പരത്താതെ ഒന്നിറങ്ങിപ്പോയിക്കൂടെ എന്ന് സാധാരണ കോൺഗ്രസുകാർ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് താങ്കൾ കേൾക്കുന്നില്ലേ? ഇത്രയും കാലം താങ്കൾ ആഘോഷിച്ച കോൺഗ്രസിനോട് അത്രയെങ്കിലും നന്ദി കാണിച്ചുകൂടെ? സകല സംഖ്യകളും താങ്കളുടെ സ്വകാര്യ ജീവിതത്തെ വരെ പിച്ചിക്കീറി പൊതുവിചാരണ നടത്തിയപ്പോൾ പരിചയായി നിന്ന് പ്രതിരോധിച്ച സാധാരണ കോൺഗ്രസ് പ്രവർത്തകരോട് അല്പമെങ്കിലും മാന്യമായ നന്ദി കാണിച്ചുകൂടെ? നന്ദി എന്ന വികാരം പ്രകടിപ്പിക്കാൻ വിശ്വപൗരനാകേണ്ടതില്ലല്ലോ, സാമാന്യ മര്യാദയുള്ള മനുഷ്യനായ പോലെ. വിശ്വപൗരൻ എന്ന സ്വയം വലയിത അമിത പ്രചാരവേലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന് ഒരു സാമാന്യ മലയാളിയുടെ മനസാക്ഷിയോടുകൂടിയെങ്കിലും ഈ കോൺഗ്രസിനെ ഒന്ന് സമീപിച്ചുകൂടെ സാർ? നിരന്തരം നെറുകേടുകൾ വിളിച്ചു പറഞ്ഞിട്ടും അവഗണിക്കുന്ന നേതൃത്വത്തെ കൊണ്ട് തന്നെ നടപടിയെടുപ്പിച്ച് രക്തസാക്ഷി പരിവേഷം കെട്ടിയാടാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. സാധാരണ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്നും ദിനം പ്രതി നിങ്ങൾ വാരിക്കൂട്ടുന്ന കടുത്ത അവഗണന തന്നെയാണ് നിങ്ങൾക്കുള്ള മറുപടിയും. ചോറുവിടയും കൂറ് സംഘപരിവാർ ഗോശാലയിലുമായി ചുറ്റിത്തിരിയുന്ന താങ്കളോട് ഞങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇത്രയും വിലയില്ലാത്ത അവസ്ഥയിൽ എത്തി എന്നുള്ള ഉറച്ച പ്രഖ്യാപനമാണ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ഈ അവഗണന. എന്തുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റായി എന്നും എന്തുകൊണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആകണമായിരുന്നു എന്നും നിരന്തരം താങ്കളുടെ നിലപാടുകളിലൂടെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് അതിലേക്കായി ഇനിയും ഒരുപാട് തെളിവുകൾ നിരത്തേണ്ടതില്ല. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് BJPക്ക് വേണ്ടിയിട്ട് പണിയെടുത്ത് ഇങ്ങനെ കെട്ടി തൂങ്ങിയാടാൻ അല്പം പോലും ഉളുപ്പില്ലേ സാർ നിങ്ങൾക്ക്? രാജ്യത്ത് പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് രാജ്യമെമ്പാടും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരായി ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തെരുവ് നിറഞ്ഞും നിയമസഭയും പാർലമെന്റും നിറഞ്ഞ് സമരം ചെയ്യുന്ന സമയത്തുമൊക്കെ താങ്കൾ മറുപക്ഷം പിടിച്ചുകൊണ്ട് നടത്തുന്ന അക്ഷരാഭ്യാസങ്ങൾ പതിവ് രീതിയാണ്. പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ കോൺഗ്രസിന് വേണ്ടിയിട്ടോ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ യാതൊരു പ്രവർത്തനവും നടത്താത്ത താങ്കൾ ആകെ നടത്തുന്നത് മോദിപക്ഷ പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കാൻ വിശ്വപൗരന്റെ ബുദ്ധിയൊന്നും വേണ്ട. ഏറ്റവും കുറഞ്ഞ പക്ഷം താങ്കളെ ഇപ്രാവശ്യം പാർലമെന്റിന്റെ പടിക്കെട്ട് കയറാൻ പ്രാപ്തമാക്കിയ ആ സാധാരണക്കാരായിട്ടുള്ള കോൺഗ്രസുകാരുടെ ആത്മാഭിമാനത്തെ ഇനിയും വ്രണപ്പെടുത്താതെ പുറത്തു പോയിക്കൂടെ സാർ? മലയാളികളെ ആകമാനം മാനം കെടുത്തുന്ന ഈ സംഘപരിവാർ സേവ നിർത്തി പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഒന്ന് ഉറക്കെ പൊട്ടിക്കരഞ്ഞ് മാപ്പ് പറഞ്ഞുകൂടെ? താങ്കൾ ശരിയാവണ്ണം പറഞ്ഞതുപോലെ LK അദ്വാനിയെ ഒരു കാരണവശാലും ഇന്ദിരാഗാന്ധിയോടും നെഹ്റുവിനോടും താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം നെഹ്റുവും ഇന്ദിരയും ഒക്കെ ജീവിച്ച് മരിച്ചത് ഇന്ത്യയിലെ സകല മനുഷ്യരെയും സകലവിധ വൈവിധ്യങ്ങൾക്കും അതീതമായി കൂട്ടിപ്പിടിച്ച് സംരക്ഷിച്ചുകൊണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ അദ്വാനി ഈ രാജ്യത്ത് നടത്തിയ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ മതേതര മിനാരങ്ങൾ തച്ചു തകർക്കാൻ വേണ്ടിയിട്ടുള്ള രഥയാത്രകൾ നടത്തിക്കൊണ്ട് സംഘപരിവാറിന്റെ കർസേവയ്ക്ക് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ മൂർച്ച കൂട്ടി നിൽക്കുന്ന വിഷലിപ്തമായിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളിലൂടെയും മാത്രമാണ്. ആധുനിക ഇന്ത്യയിൽ സംഘപരിവാറിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള വിഷലിപ്ത നാവിനുടമയായ അദ്വാനിയെ പുകഴ്ത്തിയ താങ്കൾ അക്കാരണം കൊണ്ട് തന്നെ കോൺഗ്രസ് അല്ലാതായിരിക്കുന്നു മിസ്റ്റർ ശശി തരൂർ. അദ്വാനിയുടെ പ്രതിബദ്ധത RSSനോട് മാത്രമായിരുന്നു. അയാളിലെ മാന്യത എന്ന് താങ്കൾ വാഴ്ത്തിയതെല്ലാം
ഈ രാജ്യത്തിന്റെ മതേതര മിനാരങ്ങൾക്ക് മേൽ പെയ്തിറങ്ങിയ കുടില കരിമ്പടമായിരുന്നു. ആനുകാലിക ഇന്ത്യയിലെ സംഘപരിവാർ സഞ്ചാരപഥത്തെ രൂപപ്പെടുത്തുന്നതിൽ അയാൾ വഹിച്ച പങ്ക് മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരുടെ രക്തം കൊണ്ട് പങ്കിലമായ ആസൂത്രിത കലാപങ്ങൾക്ക് കാരണമായ വിഷലിപ്ത വാക്കുകൾ മാത്രമായിരുന്നു. അതിനപ്പുറം ആധുനിക ഇന്ത്യയിൽ ഒരു ചുക്കും ചുണ്ണാമ്പും മണ്ണാങ്കട്ടയും ചെയ്തിട്ടില്ല RSSന്റെ ഈ അവധൂതൻ എന്ന് താങ്കൾ മനസ്സിലാക്കാഞ്ഞിട്ടാണോ, മനസ്സിലാക്കിയിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണോ? ഇന്ത്യയിൽ ഇന്ന് കാണുന്ന രീതിയിൽ വർഗീയ വിദ്വേഷ പ്രചരണത്തിന്റെ വേഗത കൂട്ടിയ വർഗീയ നാവിനുടമ മാത്രമാണ് അയാൾ. യോഗിയും മോദിയും അമിത്ഷായും ഒക്കെ വിഷവിദ്വേഷ പണി പഠിച്ച കളരിയുടെ ആശാൻ. അയാളെ പുകഴ്ത്തിക്കൊണ്ടല്ല താങ്കൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതിയിൽ അംഗമായിരിക്കേണ്ടത്. രാജിവെച്ച് പുറത്തു പോയിട്ട് പേനയൊന്തി കളിക്കണം.